നിപയും കോവിഡും എലിപ്പനിയും സൃഷ്ടിച്ച ഭീതിയിൽ നിന്ന് നാം ഇനിയും പൂർണ്ണമായി മുക്തരായിട്ടില്ല. പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ പുതിയ രോഗാണുക്കൾ എങ്ങനെ രൂപപ്പെടുമെന്നും അവ എങ്ങനെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നും സമീപകാല അനുഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് എല്ലാ വർഷവും ജൂലൈ 6 ലോക ജന്തുജന്യ രോഗദിനം ആചരിക്കുന്നത്. മലപ്പുറം ജില്ലാതല ജന്തുജന്യ രോഗദിനാചരണം പൊന്നാനി നഗരസഭയിൽ നടന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. ജന്തുക്കളിൽ നിന്ന് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്ന ഒരു അവസ്ഥയിലാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നല്ല രീതിയിൽ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അതിനൊരു പരിധിവരെ നമ്മളിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നഗരസഭയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതെന്നുവെച്ചെങ്കിൽ അങ്ങനെ നമുക്ക് കൂടുതൽ എന്താ പറയുക, അതിന് ഒരു പ്രവർത്തന മേഖല കുറച്ചുകൂടി സജ്ജമാക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. DSO ഡോക്ടർ ഷുബിൻ ദിനാചരണ സന്ദേശം നൽകി. തൊഴിലിടങ്ങൾ മാത്രം പോരാ, നമ്മുടെ വീടും പരിസരവും ഒക്കെ ശുചിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ എപ്പോഴും എലിപ്പനി എന്നുള്ള പേരുണ്ടെങ്കിൽ പോലും ഇതിൽ എല്ലാ മൃഗങ്ങളും നമ്മുടെ നാട്ടിൽ ഈ എലിപ്പനിയുടെ രോഗാണുവിൻ്റെ വാഹകരാണ്. അപ്പോൾ ഏത് മൃഗങ്ങളും ഈ രോഗം ബാധിച്ച മൃഗങ്ങൾക്ക് ഇങ്ങനെ മൃഗഡോക്ടർ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും. എന്നാൽ പോലും രോഗം ബാധിച്ച മൃഗങ്ങൾക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളില്ലെങ്കിലും അതിൻ്റെ മൂത്രത്തിലും അതിൻ്റെ മലത്തിലും ഈ ഒരു രോഗാണു പുറത്തെത്തുകയും അത് വെള്ളത്തിലും മണ്ണിലും കലർന്നിട്ട് ആ ഒരു ഈർപ്പമുള്ള മണ്ണിൽ നിന്നും അതുപോലെ വെള്ളത്തിൽ നിന്നും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഈ രോഗാണു കയറാനുള്ള സാധ്യത. ഇതൊരു സ്ക്രൂ പോലെയാണ്, തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രൂ പോലെയാണ് ഇതിൻ്റെ രോഗാണു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിലോ, ഇനി മുറിവ് വേണമെന്നില്ല, നമ്മളൊരു പ്രായമായിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ തൊലിക്ക് അസുഖമുള്ള ഒരാളാണെങ്കിൽ നേരത്തെ തൊലിയിലൂടെ വേണമെങ്കിൽ ഇത് തുളച്ച് ശരീരത്തിനകത്ത് കയറാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മണ്ണുമായിട്ട് ജലവുമായിട്ടും സമ്പർക്കമുള്ള ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ ഒരു നാട്ടിൽ രോഗം വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ഈ പരിസരത്തിൻ്റെ കാര്യത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന കാര്യത്തിൽ നമുക്കൊരു പരിധി വരെ നടപടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഇനി മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിൽ വാക്സിനേഷൻ അവർക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ രോഗം ഒരു പരിധി വരെ അവർക്ക് വരുന്നത് തടയാൻ വേണ്ടി സാധിക്കും. അതിലൂടെ മനുഷ്യരിലേക്ക് അവരുടെ മലമൂത്ര വിസർജനത്തിലൂടെ ഇത് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ 3 ഘടകങ്ങളും ഒരേപോലെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു രോഗത്തിനെ തടയാൻ വേണ്ടി സാധിക്കുള്ളൂ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷനിൽ കുമാർ, TK അഷ്റഫ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് ET, രാജൻ, ഡോക്ടർ ഷാജി അറക്കൽ, ഡോക്ടർ അങ്കിരസ് എന്നിവർ സംബന്ധിച്ചു. ഡെപ്യൂട്ടി DMO അജിത് കുമാർ സ്വാഗതവും സനീഷ് നന്ദിയും പറഞ്ഞു.